നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തുറക്കാൻ പുതിയ താക്കോൽ. ദൂരപരിധി നിബന്ധനയിൽ പൂട്ടിയ ബാറുകൾ അതേ താലൂക്കിൽ മാറ്റി സ്ഥാപിക്കാൻ അനുമതി നൽകി സർക്കാരിന്റെ പുതിയ മദ്യനയം. 3 സ്റ്റാറിന് മുകളിൽ നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ്. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 11 വരെ ദീർഘിപ്പിച്ചും മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചും നയപ്രഖ്യാപനം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ നിലവാരമുള്ള കള്ള് വിതരണം ചെയ്യുമെന്നും കള്ളുഷാപ്പുകൾ ആധുനികവൽക്കരിച്ച് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി. കള്ളുഷാപ്പുകൾ വിൽപ്പന നടത്തുമ്പോൾ സഹകരണ സംഘങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും മദ്യനയം പ്രഖ്യാപിച്ച് പിണറായി. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി നിലവിലെ 21 നിന്ന് 23 ആക്കും. മദ്യവർജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി എല്ലാ ജില്ലകളിലും ലഹരിമുക്ത കേന്ദ്രങ്ങൾ തുടങ്ങും. അബ്കാരി ചട്ടങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനും വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുതുക്കിയ മദ്യനയം ജൂലൈ 1 പ്രാബല്യത്തിൽ. സർക്കാരിന്റെ മദ്യനയത്തിന് ഇടതുമുന്നണി അംഗീകാരം നൽകിയത് രാവിലെ ചേർന്ന യോഗത്തിൽ. മദ്യനിരോധനം ലോകത്തെവിടെയും വിജയകരമായിട്ടില്ലെന്ന് കൺവീനർ വൈക്കം വിശ്വൻ. അതേസമയം സർക്കാരിന് കൂറ് ബാർ ഉടമകളോടാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തലയും മദ്യനയത്തെ ശക്തമായി എതിർക്കുമെന്ന് KPCC അധ്യക്ഷൻ MM ഹസനും. കശാപ്പിൽ പ്രമേയം പാസാക്കി. കശാപ്പ് നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയത് വോട്ടെടുപ്പില്ലാതെ. കശാപ്പ് നിയന്ത്രണം സംസ്ഥാന അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമെന്നും തീരുമാനം വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നും പിണറായി വിജയൻ. കേന്ദ്ര വിജ്ഞാപനം ശുദ്ധ തട്ടിപ്പെന്ന് VS. ഡാർവിനെ വെല്ലുന്ന സിദ്ധാന്തത്തിനെതിരെ സംസ്ഥാനം നിയമനിർമ്മാണം നടത്തണം. വിപണിയിലും വർഗീയത കലർത്തുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സഹകരണ സംഘങ്ങൾക്ക് കാലിച്ചന്തയും കശാപ്പും തുടങ്ങാനാകുമോ എന്ന് പരിശോധിക്കണമെന്നും VS. എണ്ണവില എന്നും പുതുക്കും. പെട്രോൾ ഡീസൽ വില ദിവസവും പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ച എണ്ണ കമ്പനികളുടെ പുതിയ പരിഷ്കാരം. രാജ്യാന്തര വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായി ദിവസവും ഇന്ധനവില നിശ്ചയിക്കുന്ന രീതി ജൂൺ 16 മുതൽ പ്രാബല്യത്തിൽ. നിലവിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കുന്നത് 2 ആഴ്ചയിലൊരിക്കൽ. പരിഷ്കരിച്ച രീതി ഇക്കഴിഞ്ഞ മെയ് 1 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് പുതുച്ചേരി, വിശാഖപട്ടണം, ഉദയ്പൂർ, ജംഷഡ്പൂർ, ചണ്ഡീഗഡ് എന്നീ 5 നഗരങ്ങളിൽ. വിജയകരമായ പരീക്ഷണം രാജ്യവ്യാപകമായി നടപ്പാക്കാൻ നിർദ്ദേശവുമായി പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുതിയ രീതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ധനവിലയിൽ ഏറ്റക്കുറച്ചിൽ പ്രകടമല്ലാതാകും. ഉപരോധം കടന്ന് ഉപായം. ഖത്തർ പ്രതിസന്ധിക്ക് പെരുന്നാളിന് മുൻപ് പരിഹാരം കാണാൻ നീക്കം നടത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തര GCC ചേരാൻ തീരുമാനം. തുർക്കി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കര, വ്യോമ, ജലഗതാഗതങ്ങൾ പുനഃസ്ഥാപിക്കാൻ ധാരണയാകുമെന്ന് സൂചന. വിഷയത്തിൽ ഇടപെട്ട് അമേരിക്കയും. പ്രതിസന്ധി പരിഹരിക്കാൻ അബുദാബി കിരീടാവകാശിയുമായി ഡൊണാൾഡ് ട്രംപിന്റെ ടെലിഫോൺ ചർച്ച. ഗൾഫ് ഐക്യത്തിനായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലും തിരക്കിട്ട നീക്കങ്ങൾ. UAE-യുമായും ഖത്തറുമായും കുവൈറ്റ് അമീറിന്റെ കൂടിക്കാഴ്ച. വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും അമീർ. അതേസമയം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉപരോധം നീക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ആധുനികവും പുരോഗമന ചിന്താഗതി പുലർത്തുന്നതുമായ രാജ്യം നയതന്ത്രത്തിൽ വിശ്വസിക്കുന്നതായും മധ്യപൂർവ്വ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നും പ്രഖ്യാപനം. രാജ്യം ഭീകരതയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.